അബ്രാം ഹൗസറിലെ ഈ ഗായകന് എന്താണ് ശരിക്കും പറ്റിയത്? ഒരു സർജന് ഐ ടു ഹാൻഡ് കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് എത്ര എന്നീ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് എവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. പാൽപ്പഴും മാസം ഉമിനീരൊന്നിറക്കിക്ക്. വേദന ഉണ്ടോ? കുറച്ച്. So this is a case of solitary nodule thyroid. സോളിറ്ററി നോഡൽ തൈറോയ്ഡ്. അപ്പം എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയ അയഡിൻ എഫിഷ്യൻസിയോ കാരണം ഒരു പാർട്ട് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് നോഡ്യൂളായിട്ട് ഓവർ ഗ്രോത്ത് ആവുന്നതിനാണ് സോളിറ്ററി നോഡൽ തൈറോയ്ഡ് എന്ന് പറയുന്നത്. കേട്ടോ, ഞാൻ ഇംഗ്ലീഷിൽ തർപ്പിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു സർജറി. അപ്പൊ തന്നെ സർജറി നമ്മൾ ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻസ് അല്ലാണ്ട് സർജറി പ്രൊസീഡ് ചെയ്യില്ല. കാരണം ഇത് അത്ര അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോഡ്യൂളാണ്. ഇയാൾക്ക് എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് ഉണ്ടാകാൻ മതി, എന്തെങ്കിലും സൗണ്ടിനുള്ള പ്രശ്നം, അതല്ലെങ്കിൽ സ്വാലോയിങ് ഡിഫിക്കൽറ്റി എന്തെങ്കിലും ഉണ്ടാകാൻ മതി. ഇതിൽ കാണിച്ചിട്ടില്ല. നമ്മുടെ ഈ കൃഷ്ണദാസാണ് ഒരു ഉഗ്രൻ ഗായകനാണ് കേട്ടോ. ഓക്കെ, ആളൊരു ഗായകനാണ്. തൈറോയിഡ് ഗ്ലാൻഡ് ലാരിങ്സിന്റെ അഥവാ വോയിസ് ബോക്സ് അതിന് തൊട്ട് മുമ്പിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു നോഡ്യൂൾ ഫോം ചെയ്തിട്ട് തൈറോയിഡ് ഗ്ലാൻഡിൽ ആ നോഡ്യൂൾ ഈ ലാരിങ്സിനെ കംപ്രസ് ചെയ്താൽ സൗണ്ട് പ്രോപ്പർ ആവും. ഒരു ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഹോസ്നെസ് ഓഫ് വോയിസ് എന്ന് പറയാം.